ഇന്ത്യൻ റെയിൽവേയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ എത്ര റെയിൽവേ സോണുകൾ ഉണ്ടെന്നറിയാമോ? ഇന്ത്യയിൽ 19 റെയിൽവേ സോണുകളാണുള്ളത്. അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ്? 1998 ജനുവരി 26 കൊങ്കൺ റെയിൽവേ പ്രവർത്തനം ആരംഭിച്ചത്. കൊങ്കൺ റെയിൽവേ എവിടെ മുതൽ എവിടം വരെയാണ്? മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെയാണ്. കർണാടകത്തിലെ മംഗലാപുരം മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെയാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ബാരാക്പൂർ നവീൻ മുംബൈ. എവിടെയാണ്? ബാരാക്പൂർ നവീൻ മുംബൈ ആണ്. അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മെട്രോയെ കുറിച്ച് പറയുകയാണ്. മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? ഏത് മെട്രോയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ എന്ന് പറഞ്ഞാൽ ഏത് മെട്രോയാണ്? കൊൽക്കത്ത മെട്രോയാണ്. 1984 വർഷം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച മെട്രോ ഏതാണ്? ലക്നൗ മെട്രോയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഡിയോ നിലയം ആരംഭിച്ച മെട്രോ ലക്നൗ മെട്രോയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ എന്ന് പറഞ്ഞാൽ ഏത് മെട്രോയാണ്? ഡൽഹി മെട്രോയാണ്. അതുപോലെ മൊബൈൽ ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? മുംബൈ മെട്രോയാണ്. നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ ഏതാണ്? മെട്രോയാണ് ബംഗളൂരു മെട്രോ. നമ്മ മെട്രോ എന്നറിയപ്പെടുന്ന മെട്രോ ബംഗളൂരു മെട്രോയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ. കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത് 2017 ജൂൺ 17 കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചി മെട്രോയുടെ പ്രവർത്തന സമയത്തുള്ള മാനേജിംഗ് ഡയറക്ടർ ആരായിരുന്നു? കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന സമയത്തുള്ള മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു ആര്? ഡോക്ടർ ഏലിയാസ് ജോർജ്. ഡോക്ടർ ഏലിയാസ് ജോർജ്. കൊച്ചി മെട്രോ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയായിരുന്നു കൊച്ചി മെട്രോ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോയെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചി മെട്രോയുടെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. കൊച്ചി മെട്രോയുടെ മുഖ്യ ഉപദേശകൻ ആരായിരുന്നു? ഡോക്ടർ ഇ ശ്രീധരനായിരുന്നു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആരെയാണ്? ഇ ശ്രീധരനെയാണ്. മെട്രോമാൻ എന്ന് അറിയപ്പെടുന്നത്. മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരനെയാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുക, കേട്ട് പഠിക്കുക.